ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇനി വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലുള്ള പഴയ ചാർജറൊക്കെ ഒരുപാടുണ്ടാകും. അപ്പോൾ ഇനി അങ്ങനെയുള്ള ചാർജറൊന്നും നിങ്ങൾ ആരും വലിച്ചെറിയല്ലോ കേട്ടോ. അതുകൊണ്ടൊരു നല്ല യൂസ് ഉണ്ട്. നമുക്കതെന്താണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇനി നമ്മുടെ വീടുകളിൽ തുണികളൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി അലമാരയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു പഴയ ചാർജർ ഉണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള ഓർഗനൈസർ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ഇതുപോലെ ഷോക്സൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ മിസ്സായി പോകാറുണ്ട്. നമ്മളൊരു ബോക്സിലോ അല്ലെങ്കിൽ കവറിലൊക്കെയാണ് നമ്മൾ ഇട്ട് വെക്കാറ്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഇതുപോലുള്ള ഷോക്സൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാമെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ കാണിക്കുന്നൊന്ന് കണ്ടു നോക്കൂ. ഇതുപോലെ നമുക്ക് ഷോക്സ് ഒന്നിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നിങ്ങളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഷോക്സ് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കുട്ടികളുടെ യൂണിഫോം ഷോക്സൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മിസ്സാക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഷോക്സിൻ്റെ ജോഡിയൊന്നും മിസ്സാവാണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഷോക്സ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഷോക്സൊക്കെ ഇനി നിങ്ങൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്ത് വെക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇനി എല്ലാവരും ഷോക്സ് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഷോക്സ് ജോഡികളൊന്നും ഇതിന് മേലെ എവിടെയും മിസ്സാവാണ്ട് കൊണ്ട് നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അതുപോലെ തന്നെ ടീഷർട്ട്സും അതുപോലെ തന്നെ ചുരിദാർ നൈറ്റീസൊക്കെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് എത്ര തുണികളുണ്ടെങ്കിലും പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഈവണായിട്ട് നിങ്ങളൊന്ന് എടുത്തതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടാലറിയാം. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടീഷർട്ട് ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട് ഞാനൊരു ടീഷർട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് ചുരിദാറാണെങ്കിലും അതുപോലെ തന്നെ നൈറ്റീസ് അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് കാണിക്കാം, ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നിങ്ങൾ ഈ ഒരു മെത്തേഡ് മാത്രം ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതും ആ ഷോൾഡറിൻ്റെ ഭാഗം അതുപോലെ നടുഭാഗം അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ നിങ്ങളൊന്ന് എടുത്തതിന് ശേഷം പിന്നീട് ആ ഒരു എഡ്ജ് ഭാഗം കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ച് ലെവൽ ചെയ്തെടുത്താൽ നമുക്ക് നമ്മുടെ ടീഷർട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് കിട്ടും കേട്ടോ. ഞാൻ നിങ്ങൾക്കൊന്ന് മെല്ലെ കാണിച്ച് തന്നതാണ് എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ടീഷർട്ട് ഈസി ആയിട്ട് മടക്കാം എന്നുള്ളൊരു നല്ലൊരു ടിപ്പാണ്. ഇനി നിങ്ങൾ ടീഷർട്ട്സും അതുപോലെ തന്നെ ചുരിദാർ നൈറ്റിയൊക്കെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും ഒരു ടൈം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് എൻ്റെ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ജീൻസ് അല്ലെങ്കിൽ മറ്റ് പാൻസൊക്കെ എങ്ങനെ വളരെ പെട്ടെന്ന് ഫോൾഡ് ചെയ്യാന്നുള്ളതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് പാൻറ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ഞാൻ ചെറിയ പാൻറ്റാണ് ഇപ്പോൾ എടുത്ത് കാണിക്കുന്നത്. അതുപോലെ വലിയ പാൻറ്റിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് മേൾഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് മൂലം ഒരുപാട് സ്ഥലം നമുക്ക് അലമാരയിൽ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ സമയവും ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പെട്ടെന്ന് നമുക്ക് നമ്മുടെ ജോലികൾ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് അടിഭാഗം നമുക്ക് ആ ഒരു മേൽഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാകും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ജീൻസ് പാൻറ്റ് ഇതുപോലെ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ജീൻസ് പാൻറ്റ് മാത്രമല്ല മറ്റ് പാൻറ്റ്സും നമുക്ക് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുമൂലം തന്നെ അലമാരയിൽ ഒരുപാട് സ്ഥലം നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്ഥലം ലാഭവും ഉണ്ടാവും, നമുക്ക് സമയ ലാഭവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പഴയ ചാർജർ കൊണ്ട് അലമാരയൊന്നും ഇല്ലാണ്ട് കൊണ്ട് തുണികളൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ഓർഗനൈസർ എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ പഴയ ചാർജർ അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ വയറാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ 2 ചാർജറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ 2 ചാർജറിൻ്റെയും 2 അറ്റവും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കത് ആവശ്യമില്ല ഇവിടെ. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഓർഗനൈസറാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ തുണികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇനി അലമാര തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന ഈ ഒരു പഴയ ചാർജർ മാത്രം നമ്മുടെ കയ്യിലുണ്ടായാൽ മതി. നമുക്ക് നല്ല ഭംഗിയുള്ള ഓർഗനൈസർ തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ 2 ചാർജർ ഇതുപോലെ ഒരുമിച്ച് വെച്ചൊന്ന് നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ. ഇനി നമുക്ക് അതിൻ്റെ മുകൾഭാഗം ഒന്ന് ഇതുപോലെ ഈവൺ ആയിട്ട് വെച്ച് ഒന്ന് ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും വേറെ വേറെ ചാർജർ ആയതുകൊണ്ട് ലെവലില്ലാത്തതുകൊണ്ട് ഞാനിതാ ഇതുപോലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ മേൽഭാഗം ഒന്ന്
നോട്ടിട്ട് കൊടുക്കുക. നോട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കൊളുത്താൻ പാകത്തിന് വേണം നോട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഇതുപോലെ വേണം നിങ്ങളൊന്ന് നോട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കൊളുത്താൻ പാകത്തിന് വേണം മേൽഭാഗം നമ്മൾ നോട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ നമ്മുടെ ചാർജർ നമ്മൾ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പഴയ ചാർജർ നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി എന്താ ചെയ്യാന്നുള്ളതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലുള്ള ബീഡ്സ് ആണ് കേട്ടോ. നല്ല കളറായിട്ടുള്ള ബീഡ്സാണ്. അപ്പോൾ കുറേ കൂടെ നല്ല ഭംഗിയുണ്ടാകും നമ്മുടെ ഓർഗനൈസറിന്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കളറായിട്ടുള്ള ബീഡ്സ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ബീഡ്സൊക്കെ ഒന്നൊന്നായിട്ട് ഇതുപോലൊന്ന് ഈ ഒരു വയറിലേക്ക് വെച്ച് കൊടുക്കാം. ചാർജർ വയറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ലൂസായിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മൂവ് ആവാൻ പാകത്തിന് വേണം നമ്മൾ ഈ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബീഡ്സൊക്കെ ഞാൻ ഇതുപോലെ ചാർജർ വയറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ നമ്മുടെ ഓർഗനൈസർ. ഇനി നമുക്കിതിൻ്റെ മേൽഭാഗം കൂടെ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് ആ ഒരു കൊളുത്തിൻ്റെ അടിഭാഗത്തേക്കായിട്ടൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഇവിടെ വെച്ച് കൊടുക്കാൻ തോന്നുന്നത് അതുപോലെ ചെയ്യാം. ഞാനിതുപോലെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് കുറേ കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതാ ഒരു ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് വെച്ച് കൊടുത്ത് ഇതുപോലുള്ള കുഞ്ഞു ലീഫൊക്കെ അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. തുണികളൊക്കെ ഫോൾഡ് ചെയ്ത് ഇതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ പഴയ ചാർജർ കൊണ്ട് നല്ലൊരു ഓർഗനൈസർ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓർഗനൈസർ ഞാൻ ഇതുപോലെ അലമാരയിൽ ഇതുപോലെ ഒന്ന് തൂക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തുണികളൊക്കെ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് അങ്ങനെ ഞാൻ എൻ്റെ തുണികളൊക്കെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് തുണികൾ മാത്രമാണ് നിങ്ങൾക്ക് വെച്ച് കാണിച്ചിട്ടുള്ളൂ. ഒരുപാട് തുണികൾ നമുക്ക് ഈ ഒരു ചാർജർ വയറിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓൺലൈനിലൊക്കെ നമുക്ക് ഇതുപോലുള്ള ഓർഗനൈസർ അവൈലബിൾ ആണ്. അതിനൊക്കെ ഒരുപാട് റേറ്റും ഉണ്ട്. അപ്പോൾ ഓൺലൈനിൽ നമ്മൾ ഈ ഒരു ഓർഗനൈസർ വാങ്ങിക്കുന്നത് 400 സംതിങ് ആണ് ഈ ഒരു ഓർഗനൈസറിൻ്റെ റേറ്റ്. അപ്പോൾ നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ചാർജറോ അല്ലെങ്കിൽ പഴയ വയറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഒരുപാട് തുണികൾ നമുക്ക് ഇതിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയുണ്ടാകും. നമ്മുടെ കുട്ടികളുടെ ടീഷർട്ട്സ്, ജീൻസ്, സോക്സ്, അതുപോലെ തന്നെ സ്കൂൾ യൂണിഫോമൊക്കെ നമ്മൾ ഇതുപോലെ ഹാങ്ങറിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വളരെ പെട്ടെന്ന് ടീഷർട്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ ചുരിദാർ, നൈറ്റീസ് ആണെങ്കിലും ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പും, അതുപോലെ തന്നെ സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ട് ജീൻസ്, അതുപോലെ തന്നെ നോർമൽ പാൻസൊക്കെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പും, വെറുതെ നമ്മൾ പാഴാക്കി കളയുന്ന ആ ഒരു ചാർജർ കൊണ്ട് നമ്മൾ റെഡിയാക്കി എടുത്ത ആ ഒരു ഓർഗനൈസറും ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് തോന്നുകയാണെങ്കിൽ മറക്കാണ്ട് ഈ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.